ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ക്ലാസ് കേട്ടിട്ടുണ്ടെന്നുള്ള ഇതിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ ഒരു ചാപ്റ്റർ, അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എല്ലാം ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളത് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ എന്നോട് പറയണം, സാറേ മനസ്സിലായില്ല, ആ ഭാഗം ഒന്നുകൂടെ വിശദമാക്കണം. അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം മുതൽ തന്നെയാണ് ആരംഭിക്കുന്ന ക്ലാസ്. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ തന്നെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ചാപ്റ്റർ എല്ലാം ഫസ്റ്റ് ബെൽ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് ആരംഭിക്കുന്നത്. ഇനി ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വിശദമാക്കണമെങ്കിൽ മൈക്ക് ഓണാക്കി എന്നോട് പറയാം കേട്ടോ. അപ്പൊ നിങ്ങളത് നമ്മൾ ക്ലാസ് ആരംഭിക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഫസ്റ്റ് ബെൽ വീഡിയോയിലും ഇതേപോലെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ്, മൈക്രോ എക്കണോമിക്സ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ 2 പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കുന്നു. അപ്പം അതിലെ ഒരു പുസ്തകമാണ് ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സിന് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് നമ്മുടെ ഒരു പുസ്തകം. രണ്ടാമത്തെ പുസ്തകം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. അത് വരും ദിവസങ്ങളിൽ മായ ടീച്ചർ ക്ലാസ്സുകൾ എടുക്കും നിങ്ങൾക്ക്. ഇപ്പം മൈക്രോ എക്കണോമിക്സിന്റെ ക്ലാസ്സുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. കാരണം നമ്മൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഫസ്റ്റ് ബെൽ വീഡിയോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ, ഈ ഒന്നാമത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലും ഒരു ക്വിക്ക് റിവിഷൻ നടത്തി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി അതിന്റെ കൂടെ പോകും. പിന്നീട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ക്ലാരിഫൈ ചെയ്തു തന്നെ പോകാം. അത് നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പൊ സമയബന്ധിതമായിട്ട് നമുക്ക് ഫസ്റ്റ് ബെൽ വീഡിയോയുടെ കൂടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആദ്യ ചാപ്റ്ററുകൾ പെട്ടെന്നൊരു റിവിഷനായിട്ട് നടത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്റെ പേര് ഇൻട്രൊഡക്ഷൻ എന്നാണ്. മൈക്രോ എക്കണോമിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നടത്തുന്നത്. ഇതില് നമ്മൾ എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഇന്ത്യൻ ഇക്കോണമി അല്ലെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ വർഷം പഠിക്കുന്നത് ഇക്കണോമിക്സിന്റെ സിദ്ധാന്തങ്ങളാണ്. തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ സിദ്ധാന്തങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇപ്പൊ തൽക്കാലം സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അത് ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക്സ് എന്താണ്, അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നമ്മൾ അതിന്റെ അതിന്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അതിന്റെ ആമുഖം നമ്മൾ പഠിക്കുന്നത്, അല്ലെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഈ വർഷമാണ്. അപ്പം സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ്, ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ചോയ്സസ് ഇൻ സിറ്റുവേഷൻസ് ഓഫ് സ്കേഴ്സിറ്റി. ദൗർലഭ്യത്തിന്റെ സാഹചര്യത്തിൽ സമൂഹവും വ്യക്തികളും എങ്ങനെയാണ് തിരഞ്ഞെടുക്കലുകൾ നടത്തുന്നത് എന്നതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു പഠന മേഖല, പഠന ഏരിയ. ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ദൗർലഭ്യം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് വ്യക്തികളായാലും സമൂഹമായാലും തിരഞ്ഞെടുക്കലുകൾ നടത്തുന്നത്. അതാണ് ഇക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു ആമുഖമായിട്ട് നമുക്ക് പറയാം. ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിട്ട് വളരെ കാലങ്ങളൊന്നും ആയിട്ടില്ല. 1776 ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. 1776
ആ പുസ്തകത്തിന്റെ പേര് ഇങ്ങനെയായിരുന്നു, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. ആൻ എൻക്വയറി, ഒരു അന്വേഷണം. എന്തിനെ കുറിച്ചുള്ള അന്വേഷണമാണ്? ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ്. അന്വേഷണം നടത്തുന്നത് പ്രകൃതം, നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതം, കോസസ് എന്ന് പറഞ്ഞാൽ കാരണം. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ കാരണവും പ്രകൃതവും, അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ഇക്കണോമിക്സിന്റെ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ച ഒരു പുസ്തകമായിരുന്നു അത്. 1776 ആഡം സ്മിത്ത് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം. യഥാർത്ഥത്തിൽ ഇക്കണോമിക്സ് ഒരു പ്രധാനപ്പെട്ട വിജ്ഞാന ശാഖയായിട്ട്, അല്ലെ ഒരു വലിയ സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത് ഈ പുസ്തകത്തിന്റെ പബ്ലിക്കേഷനോടെയാണ്. ആഡം സ്മിത്ത് 1776 അദ്ദേഹത്തിന്റെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തതോടെ. അപ്പൊ അതിനു മുമ്പ് തന്നെ, അതായത് 1776 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അധിക വർഷങ്ങളായിട്ടില്ല. 1776 കഴിഞ്ഞ് എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? ഏകദേശം 300 വർഷങ്ങളോളം ആയിട്ടുള്ളൂ. 300-400 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ വളരെ അടുത്ത കാലത്ത് ആണ് ആഡം സ്മിത്ത് പുസ്തകം പബ്ലിഷ് ചെയ്തത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അത് BC 4-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ, നിങ്ങൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചാണക്യൻ അല്ലെ കൗഡില്യൻ എന്ന് പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ചാണക്യൻ അല്ലെ കൗഡില്യൻ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമ്പത്ത് എന്നാണ്, സമ്പത്തിനെ സംബന്ധിക്കുന്ന ശാസ്ത്രം. അപ്പോൾ അത്തരത്തിൽ പണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പല സുപ്രസിദ്ധരായ ആൾക്കാരും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഇക്കണോമിക്സ് ആരംഭിച്ചത് വളരെ മുമ്പ് തന്നെയാണ്. പ്രധാനമായിട്ടും ഗ്രീക്ക് തത്വചിന്തകരായിട്ടുള്ള അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അവരുടെ പുസ്തകങ്ങളിലൊക്കെ ഈ സാമ്പത്തികപരമായ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇക്കണോമിക്സിന് ഒരു വലിയ പ്രാമുഖ്യം ലഭിച്ചത് ഞാൻ സൂചിപ്പിച്ച ഈ ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം പബ്ലിഷ് ചെയ്തതോടെയാണ്. ഇപ്പൊ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോയുടെയും കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. അവരുടെ രചനകളിലാണ്, അവരുടെ പുസ്തകങ്ങളിലൊക്കെയാണ് ആദ്യകാലത്ത് ഇക്കണോമിക്സിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അന്ന് ഗ്രീക്ക് തത്വചിന്തകരായിട്ടുള്ള അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ ജീവിച്ചിരുന്ന ഗ്രീസിലെ ഒയ്ക്കോണമിയ എന്നുപയോഗിക്കുന്ന എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ഇക്കണോമിക്സിന്റെ ആവിർഭാവം. ഒയ്ക്കോണമിയ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഗ്രഹഭരണം എന്നാണ് അർത്ഥം. വീട്ടുകാര്യം, വീടിന്റെ ഭരണം, വീടിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന കാര്യങ്ങൾ പരാമർശിക്കാനാണ് ഗ്രീക്കുകാർ ഒയ്ക്കോണമിയ ഉപയോഗിച്ചത്. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് രാജ്യത്തിന്റെ പ്രത്യേകത, പണ്ടത്തെ ഗ്രീക്ക് രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, ചെറിയ ചെറിയ രാജ്യങ്ങൾ. ഓരോ നഗരങ്ങളും ഓരോ രാജ്യങ്ങളായിരുന്നു, സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയും. അവരുടെ ഓരോ സിറ്റിയും ഒരു നഗരമാണ്. അപ്പൊ അത്തരത്തിൽ അനേകം സിറ്റി സ്റ്റേറ്റ്സ് ഉള്ള രാജ്യമായിരുന്നു ഗ്രീസ്. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഇവർ ഈ ഒയ്ക്കോണമിയ എന്നുള്ളത് അവരുടെ സിറ്റി സ്റ്റേറ്റിന്റെ ഭരണത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. സിറ്റി സ്റ്റേറ്റ്സിനെ അവരുടെ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞിരുന്ന പേര് പോളിസ് എന്നായിരുന്നു. POLIS, പോളിസ്. അപ്പൊ ഈ പോളിസ് എന്ന് പറയുന്ന സിറ്റി സ്റ്റേറ്റ്സിന്റെ ഭരണത്തിലേക്ക് ഇവർ ഈ ഒയ്ക്കോണമിയെ ഉപയോഗിച്ചു. അതായത് വീട്ടിന്റെ ഭരണകാര്യം കൈകാര്യം ചെയ്യാനുള്ള ഒയ്ക്കോണമിയെ അവര് നഗരത്തിന്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോളിസ്
എന്ന നഗരരാഷ്ട്രങ്ങളുടെ ഭരണത്തിലേക്ക് ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെ ആദ്യകാലത്ത് ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പൊളിറ്റിക്കൽ ഇക്കോണമി. ഇക്കണോമിക്സ് എന്ന പദം ഉണ്ടായത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഒയിക്കോണമിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം ഉണ്ടായത്. ഗ്രീക്കുകാര് അവരുടെ നഗരരാഷ്ട്രങ്ങളെ വിളിച്ചിരുന്ന പേര് പോളിസ് എന്നായിരുന്നു. ആ പോളിസിന്റെ ഭരണകാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് അവർ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന പദം ഉപയോഗിച്ചു. ആ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന പദത്തിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്ന പദം, അല്ലെങ്കിൽ ഇക്കണോമിക്സ് എന്ന വാക്ക് ആവിർഭവിച്ചത്. അപ്പം the science of economics emerged as a full-fledged social science with the publication of Adam Smith's masterpiece, An Enquiry into the Nature and Causes of the Wealth of Nations in 1776. അതുകൊണ്ട് ആഡം സ്മിത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്നാണ്. ഇക്കണോമിക്സിന്റെ പിതാവ് അല്ലെങ്കിൽ മോഡേൺ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ ഈ 1776 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് നമ്മുടെ ഇക്കണോമിക്സിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് മാറിയത്. ഇക്കണോമിക്സിനെ സംബന്ധിച്ച് ഇക്കണോമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കാം വാട്ട് ഈസ് ഇക്കണോമിക്സ്, അല്ലെ എന്താണ് നിങ്ങൾ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇനിയും ചിലപ്പോൾ ചുമ്മാതെ ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കൾ തന്നെ ആയിരിക്കും ചോദിക്കാം, നീ ഇക്കണോമിക്സ് ആണ് പഠിക്കുന്നത്, വാട്ട് ഈസ് ഇക്കണോമിക്സ്? അതൊരു സ്വാഭാവികമായ ചോദ്യം മാത്രമാണ്. അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഏതെങ്കിലും ജോലിക്കായിട്ട് ഇന്റർവ്യൂവിനൊക്കെ ചെന്നാൽ പോലും ഒരുപക്ഷെ they also will ask what is economics. അപ്പം ഇക്കണോമിക്സിനെ സംബന്ധിച്ച് ഇക്കണോമിക്സ് എന്താണെന്ന് വളരെ ചുരുക്കി പറയുന്ന ചില നിർവചനങ്ങൾ ഇക്കണോമിക്സിനുണ്ട്. അത് പല ആളുകളും പല ഘട്ടങ്ങളിലായിട്ട് ഇക്കണോമിക്സിനെ നിർവചിച്ചിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പ്രൊഫസർ പോൾ എ സാമുവൽസണിന്റെ നിർവചനം. പ്രൊഫസർ പോൾ എ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയിട്ടുള്ള അമേരിക്കക്കാരനാണ് പ്രൊഫസർ പോൾ എ സാമുവൽസൺ. അദ്ദേഹം ഇക്കണോമിക്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അല്ലെ അദ്ദേഹം ഇക്കണോമിക്സിനെ നിർവചിച്ചിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് with or without the use of money to employ scarce productive resources which could have alternative uses to produce various commodities over time and distribute them for consumption now and in future among various people and groups of society. അപ്പം വളരെ വലിയ ഒരു ഡെഫിനിഷനാണ്. പക്ഷേ നമ്മൾ ഇക്കണോമിക്സ് നല്ല രീതിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇക്കണോമിക്സിനെ സംബന്ധിച്ച ഈ ഡെഫിനിഷൻ നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അത് നമ്മളുടെ പഠനത്തിന് നമുക്ക് സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മെൻ ആൻഡ് സൊസൈറ്റി. ആളുകളെയും സമൂഹത്തെയും കുറിച്ചുള്ള പഠനമാണ്. അത് എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് ആണ് ഇക്കണോമിക്സിന്റെ പഠനം. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരും സമൂഹവും എങ്ങനെയാണ് തിരഞ്ഞെടുക്കലുകൾ നടത്തുന്നത്? എന്തിനെ കുറിച്ചുള്ള തിരഞ്ഞെടുക്കലുകളാണ്? ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. ദുർലഭമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്താനായിട്ട് മനുഷ്യരും സമൂഹവും എങ്ങനെയാണ് തിരഞ്ഞെടുക്കലുകൾ നടത്തുന്നത്? ഈ വിഭവങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഇതിന്റെ എല്ലാം ഇടയിൽ എക്സ്പ്ലനേഷൻ നീട്ടുന്നത് ചില പ്രത്യേകതകൾ കൂടി ആഡ് ചെയ്തിട്ടുകൊണ്ടാണ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റീവ് റിസോഴ്സസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞേക്കുന്നതാണ്, ഈ പ്രൊഡക്റ്റീവ് റിസോഴ്സിന് പല യൂസുകൾ ഉള്ളതാണ്. ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ്
ആ ചൂസ് ചെയ്യുന്നതിന് അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പണം. പണത്തിന്റെ ഉപയോഗത്തോടെ അല്ലെ സഹായത്തോടെയാണ് സമൂഹവും ആളുകളും ഒക്കെ തിരഞ്ഞെടുക്കലുകൾ നടത്തുന്നത്. How men and society choose to employ scarce productive resources. എന്തിനു വേണ്ടിയിട്ട്? To produce various commodities. വ്യത്യസ്ത സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട്. To produce various commodities. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓവർ ടൈം, അതായത് സമയം കാലങ്ങളിലൂടെ അല്ലെ കാലക്രമത്തിൽ, എന്നിട്ട് അവരെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്ത ഈ സാധനങ്ങൾ, ഇപ്പം ദുർലഭമായ വിഭവങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ആ സാധനങ്ങൾ they will distribute for consumption. ആളുകൾക്ക് വിതരണം ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കൺസംഷന് വേണ്ടിയിട്ട്, അവരുടെ ഉപയോഗത്തിനായിട്ട്, ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് ഈ സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതായത് സമൂഹത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് among various people and groups of society. അപ്പൊ അതാണ് പ്രൊഫസർ സാമുവൽസൺ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് നിർവചിച്ചിട്ടുള്ള നിർവചനം. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ ഈ ഡെഫിനിഷന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ വർഷവും ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. നമ്മൾ നമ്മുടെ പുസ്തകത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എ സിമ്പിൾ ഇക്കോണമി. സിമ്പിൾ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു ലഘുവായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ, ലഘുവായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെ വളരെ സിംപ്ലിഫൈ ചെയ്ത ഒരു സമൂഹം. അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ അതിന്റെ കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്നത്, അതിന്റെ വൈവിധ്യങ്ങളിലേക്ക് അല്ലെ അതിന്റെ സങ്കീർണതകളിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഒരു സമൂഹത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. തിങ്ക് ഓഫ് എനി സൊസൈറ്റി. അതാണ് നമ്മുടെ പുസ്തകം ആരംഭിക്കുന്ന ആദ്യത്തെ വാചകം. നിങ്ങൾ ഏതെങ്കിലും സമൂഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ, അല്ലെ നിങ്ങളുടെ സമൂഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മളൊരു സമൂഹത്തിലെ ജീവിയാണ്, സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോവുകയാണ്. In this society we see humans, അല്ലെ? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ധാരാളം ആളുകളെ കാണാറുണ്ട്. ഹ്യൂമൻസ്, എല്ലാ മനുഷ്യർക്കും ഹ്യൂമൻസ് ഹാവ് വാണ്ട്സ്. എല്ലാവർക്കും എന്തുണ്ട്? ആവശ്യങ്ങളുണ്ട്. നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുക. വി ഹാവ് വാണ്ട്സ്. നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ധരിക്കാൻ വസ്ത്രം വേണം, പേന വേണം, അങ്ങനെ പല ആവശ്യങ്ങളും നമുക്കുണ്ട്. അപ്പം ഈ മനുഷ്യരുടെ ഈ ആവശ്യങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യരുടെ ആവശ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിലും പേനയിലും യൂണിഫോമിലും അല്ലെ ഡ്രസ്സിലും മാത്രം നിൽക്കുന്നില്ല. നമുക്ക് ധാരാളം ആവശ്യങ്ങളുണ്ട്. നമുക്ക് സഞ്ചരിക്കാൻ വാഹനം വേണം, നമുക്ക് താമസിക്കാൻ വീട് വേണം, അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ ഉള്ള കൂടുതൽ സ്ഥലം വേണം. അങ്ങനെ പല പല ആവശ്യങ്ങൾ. നമ്മുടെ ഒരാവശ്യം തീർന്നാൽ നമുക്ക് അടുത്ത ആവശ്യം വരും. നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്നില്ല, അൺലിമിറ്റഡ് ആണ്. അവർ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, അല്ലെ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ഈ അവസാനിക്കാത്ത ആവശ്യങ്ങളെല്ലാം നമുക്ക് പൂർത്തീകരിച്ചെടുക്കാൻ പറ്റുമോ? ഈ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ബട്ട് ദ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദം ആർ ലിമിറ്റഡ്. ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ, അല്ലെ അതിനു വേണ്ട പണം നമ്മുടെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ, ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ആവശ്യങ്ങൾ മൊത്തം പൂർത്തീകരിക്കാൻ വേണ്ട പണം നമ്മുടെ കൈവശം ഇല്ല. The resources to satisfy them are limited and capable of alternative uses. നമ്മുടെ വിഭവങ്ങൾ പരിമിതമാണ്. ആ വിഭവങ്ങളുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഭവം തന്നെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം.
നമ്മുടെ കയ്യിലുള്ള പണം വളരെ കുറവാണ്. ഈ പണം കൊണ്ട് വേണം നമുക്ക് പേന വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും നമുക്ക് വീട് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ വാഹനം വാങ്ങിക്കാനും അല്ലെങ്കിൽ മറ്റ് ഒത്തിരി നമുക്ക് ആവശ്യങ്ങളുണ്ട്. നിരവധി ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കാൻ നമുക്ക് വേണ്ട പണം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, വളരെ പരിമിതമാണ്. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പണമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ പണം വെച്ച് വേണം നമ്മുടെ അനവധി ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിമിതമായ വിഭവങ്ങൾ അല്ലെ പരിമിതമായ പണം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ എന്നതുകൊണ്ട് തന്നെ in order to make best use of what is available we have to take choices. നമ്മൾ തിരഞ്ഞെടുക്കൽ നടത്തേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്, അത്രയും പണമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. നമുക്ക് ആഹാരം വാങ്ങിക്കണം, വസ്ത്രം വാങ്ങിക്കണം, അടുത്ത വീട്ടിലുള്ള കല്യാണത്തിന് പോയി സംഭാവന കൊടുക്കണം, ഇങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ 1000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കും. നമുക്ക് ആഹാരം കഴിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം, അല്ലെ നമുക്ക് ധരിക്കാൻ വസ്ത്രം വേണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെങ്കിൽ നമ്മൾ മറ്റ് ആവശ്യങ്ങൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കും. അപ്പം അനവധി ആവശ്യങ്ങൾ ഉള്ളതിൽ ചില ആവശ്യങ്ങൾ മാത്രം നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരും. വി ഹാവ് ടു ടേക്ക് ചോയ്സസ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് but the resources to satisfy them are limited, so we have to take choices. നമ്മുടെ ആവശ്യങ്ങൾ നിരവധിയാണ്, വിഭവങ്ങൾ പരിമിതമാണ്, അതുകൊണ്ട് we have to take choices. അപ്പൊ എങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ദൗർലഭ്യമുള്ളത് കൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കലുകൾ നടത്തേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ആ തിരഞ്ഞെടുക്കലുകൾ നടത്തി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇക്കണോമിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ കൺസേൺസ്, ചില ആശങ്കകൾ നമുക്കുണ്ട്. അത്തരം ആശങ്കകളാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. അതായത് ഈ സമൂഹത്തിൽ ദുർലഭമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. അപ്പോൾ ആ ദുർലഭമായ വിഭവങ്ങൾ ദുർലഭമായതുകൊണ്ട് അല്ലെ കുറവായതുകൊണ്ട് വലിയ പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ ആശങ്കകളാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കൺസേൺസ് ആണ്. സമൂഹം എങ്ങനെ അത് പരിഹരിക്കണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരം അന്വേഷണങ്ങളാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പഠന മേഖല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എല്ലാ സമൂഹവും അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ. സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കി 3 പ്രശ്നങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. Every society has to decide on how to use its scarce resources. നമ്മളിപ്പോ സൂചിപ്പിച്ചു, റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാ സമൂഹത്തിന്റെയും പ്രശ്നമാണ്. ഒരാളുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമാണ് ഹൗ ടു യൂസ് ഇറ്റ്സ് സ്കേഴ്സ് റിസോഴ്സസ്. എങ്ങനെ ഈ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിക്കാം, ഇത് സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. അപ്പൊ ആ സമൂഹത്തിന്റെ എല്ലാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തെ നമ്മൾ 3ആയിട്ട് ചുരുക്കി പറയാറുണ്ട്. ആ 3 പ്രശ്നങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കണം. എന്തുൽപ്പാദിപ്പിക്കണം, ഏത് ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കണം, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഓരോ സമൂഹത്തിലും
ധാരാളം സാധനങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കഴിക്കാൻ ആഹാരം വേണം, ഫുഡ് വേണം, നമുക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ വേണം, നമുക്ക് ധരിക്കാൻ വസ്ത്രം വേണം, അല്ലെ? നമുക്ക് യാത്ര ചെയ്യാൻ ട്രെയിൻ വേണം, പ്ലെയിൻ വേണം, നല്ല റോഡുകൾ വേണം. അങ്ങനെ അനവധി ആവശ്യങ്ങൾ നമ്മുടെ സമൂഹത്തിനുമുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഉൽപ്പാദിപ്പിക്കണം? ആളുകൾക്ക് കഴിക്കാനുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കണോ, അതോ അവർക്ക് കാണാനുള്ള TV ഉൽപ്പാദിപ്പിക്കണം? അപ്പൊ വിഭവങ്ങൾ പരിമിതമാണ്. നമ്മൾ ആഹാരം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പോയാൽ ചിലപ്പോൾ TV കുറച്ചേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ TV ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ എണ്ണം കൂട്ടിയാൽ നമുക്ക് ആഹാരം കുറച്ചേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വ്യവസായശാലകൾ കൂടുതൽ സ്ഥാപിച്ചാൽ നമുക്ക് വ്യവസായശാലകൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ കൃഷിക്ക് ലഭ്യമല്ലാതെ വരും. അപ്പം കാർഷിക ഉൽപാദനം സ്വാഭാവികമായിട്ടും കുറയും. അപ്പം ഇതിൽ ഏത് വേണം, ഏതാണ് നമ്മുടെ മുൻഗണന എന്ന് തീരുമാനിക്കുക എന്നുള്ളത് ഓരോ സമൂഹത്തിന്റെ ആവശ്യമാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, അതാണ് ഒന്നാമത്തെ അടിസ്ഥാന പ്രശ്നം. But the first problem to be solved is regarding the type of goods and their quantities. What type of goods are to be produced and in what quantities? That is the first central problem. അടിസ്ഥാനപരമായ പ്രോബ്ലം. ഈ സെൻട്രൽ പ്രോബ്ലംസിനെ നമ്മൾ വേറൊരു പേരിലൂടെ വിളിക്കാറുണ്ട്, ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്നും പറയും. ഫണ്ടമെന്റൽ പ്രോബ്ലംസ് എന്നും വിളിക്കാറുണ്ട്. ഫണ്ടമെന്റൽ പ്രോബ്ലംസ് അല്ലെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്നും പറയും. ഇതിനെ നമ്മൾ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്നും പറയും. അപ്പം സെൻട്രൽ പ്രോബ്ലംസിനെ തന്നെ 3 പേരിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാറുണ്ട്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ മുഖ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങൾ, നമ്മുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. ഈ നമ്മളിപ്പം എന്താണ്, അരി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു, അല്ലെ ഭക്ഷണ സാധനം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ ആ തീരുമാനം എങ്ങനെ നടപ്പിലാക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സെൻട്രൽ പ്രോബ്ലം, ഹൗ ടു പ്രൊഡ്യൂസ്. ഇറ്റ് ഈസ് എ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഈ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഗാർഡിംഗ് ടെക്നോളജി, സാങ്കേതിക വിദ്യയെ സംബന്ധിക്കുന്ന പ്രശ്നമാണിത്. വാട്ട് ടൈപ്പ് ഓഫ് ടെക്നോളജി ഷുഡ് ബി യൂസ്ഡ്, ഏത് തരത്തിലുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിക്കണം. ഇത് പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ അരി ഉൽപ്പാദിപ്പിക്കണം, നമ്മൾ അത് തീരുമാനിച്ചു. സമ്പദ് വ്യവസ്ഥയിൽ 5000 ടൺ അരി ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അത്രയും അരി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അത് ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കണം? അപ്പൊ സാങ്കേതിക വിദ്യകൾ തന്നെ 2 തരത്തിലുണ്ട്, ടെക്നോളജി തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്നും മറ്റത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്നുമാണ് അറിയപ്പെടുന്നത്. ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളികളും കുറച്ച് മൂലധനവും ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്. കുറച്ച് പണവും കൂടുതൽ ലേബർ പവറും, മനുഷ്യരുടെ അധ്വാനവും ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് നമ്മൾ ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറയുന്നത്. ഇപ്പൊ ലേബർ ഇന്റൻസീവ് ടെക്നിക് ഈസ് ദാറ്റ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് യൂസസ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് തിരിച്ചായിരിക്കുമല്ലോ. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് യൂസസ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ. കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. അപ്പൊ ഇതിൽ ഏത് ടെക്നിക്ക് വേണമെന്നുള്ള തെരഞ്ഞെടുക്കലാണ് നമ്മൾ രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പൊ ആ ടെക്നോളജി സംബന്ധിക്കുന്ന തീരുമാനമെടുക്കലാണ് രണ്ടാമത്തെ പ്രശ്നം, സമ്പദ് വ്യവസ്ഥയെ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ആർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ TV ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബെൻസ് കാർ അല്ലെ വളരെ വില കൂടിയ കാറാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ആർക്കായിരിക്കും നമ്മൾ വിതരണം ചെയ്യുക? സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ കാശുള്ള ആളുകൾക്കായിരിക്കും വിതരണം ചെയ്യുക, അല്ലേ? അതിന്റെ നേട്ടം കിട്ടുന്നത് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ പണമുള്ള ആളുകൾക്കായിരിക്കും. അപ്പം ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ആർക്ക് വേണ്ടിയാവണം എന്ന് നമ്മൾ തീരുമാനിക്കും. അതേസമയം നമ്മൾ അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത് എല്ലാ ജനങ്ങൾക്കും അതിന്റെ പ്രയോജനം കിട്ടും, അല്ലേ? ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന സാധനത്തിനനുസരിച്ച് ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് മാറും. അപ്പം അതാണ്
ഓരോ സമ്പദ് വ്യവസ്ഥയും തീരുമാനിക്കേണ്ട മൂന്നാമത്തെ പ്രശ്നം, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, അത് കഴിഞ്ഞിട്ട് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ നമുക്ക് ഇക്കണോമിക്സിലെ ചില ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതായത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വാക്കുകളിലൂടെ പറഞ്ഞ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഇതിനെ ഇക്കണോമിക്സിലെ ചില ടൂൾസ്, നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രാഫുകളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ സാങ്കേതികമായിട്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ അത്തരം ഒരു അവതരിപ്പിക്കലാണ് അടുത്തതായിട്ട് നടത്തുന്നത്. പ്രധാനമായിട്ടും ഈ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നുള്ള സെൻട്രൽ പ്രശ്നങ്ങളെ, സെൻട്രൽ പ്രോബ്ലംസിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. അതാണ് അടുത്തതായിട്ട് നമ്മുടെ ഇതിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ ഉപയോഗിച്ച് ഒന്നുകൂടി കുറച്ചുകൂടെ ടെക്നിക്കൽ ഡീറ്റെയിൽസോടെ അവതരിപ്പിക്കുകയാണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ ഷോസ്, അല്ലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് ഇതിനും പറയും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് that can be produced with available technologies and with given resources which are fully and efficiently employed. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത് എന്താണ്? വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ 2 സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ സിമ്പിൾ ഇക്കോണമിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അനവധി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷേ ഫോർ സിംപ്ലിസിറ്റി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 2 സാധനങ്ങൾ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് തൽക്കാലത്തേക്ക് സങ്കല്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സാധനങ്ങൾ ഏതൊക്കെ അളവിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? വേരിയസ് കോമ്പിനേഷൻസ്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് കോൺ ആൻഡ് കോട്ടൺ. കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരുത്തി, കോൺ എന്ന് പറഞ്ഞാൽ ചോളം. ഇപ്പം കോട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രമാണ്, ചോളം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരമാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന 2 സാധനങ്ങൾ ആഹാരവും വസ്ത്രവുമാണ് എന്ന് വിചാരിച്ചാൽ അത് ഏതൊക്കെ അളവിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. Production possibility curve shows various combinations of two goods that can be produced. അപ്പൊ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ഇനിയും ചില അസംഷൻസ് കൂടി ഇതിന്റെ കൂടെ പറയുന്നുണ്ട്. ഈ ഏതൊക്കെ കോമ്പിനേഷൻസ് ഉൽപ്പാദിപ്പിക്കാം എന്ന് പറഞ്ഞു. അതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൈലബിൾ ടെക്നോളജീസ്. അവൈലബിൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ലഭ്യമായിട്ടുള്ള ടെക്നോളജി ആവണം. അതായത് സമ്പദ് വ്യവസ്ഥയിൽ നിലവിലുള്ള ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ചായിരിക്കണം ഈ 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വിത്ത് ഗിവൺ റിസോഴ്സസ്. ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇതിനായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കാൻ, അതായത് കോണും കോട്ടനും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലം വേണം, അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സ്ഥലം വേണം, മെഷീനറി വേണം, പല സാധനങ്ങൾ വേണം. ആ റിസോഴ്സസ് എല്ലാം നമുക്കറിയാം, അത് നിശ്ചയിതമായിട്ടുള്ളതാണ്, അത് മാറുന്നതല്ല. ഒരു നിശ്ചിത എമൗണ്ട് റിസോഴ്സസ് വേണം, അത് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവൈലബിൾ ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുന്നത് നിലവിലുള്ള ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിത്ത് ഗിവൺ റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറയുന്നത് ഗിവൺ ആണ്, നമുക്കറിയാം. റിസോഴ്സസ് എത്രയാണ് ഇതിന് വേണ്ടത്, അല്ലെ അത് എത്രയാണെന്ന് നമുക്ക് അറിയാം. ഗിവൺ റിസോഴ്സസ്, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വിച്ച് ആർ ഫുള്ളി എംപ്ലോയിഡ്. വിച്ച് ആർ മൊത്തം ഈ റിസോഴ്സസ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ഈ കോണും കോട്ടനും ഉൽപ്പാദിപ്പിക്കാൻ 1000 ഏക്കർ സ്ഥലം വേണം. അങ്ങനെയാണെങ്കിൽ അത് 1000 ഏക്കർ സ്ഥലവും നമ്മൾ ഉപയോഗിക്കും.
റിസോഴ്സസ് എത്രയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കും, ഫുള്ളായിട്ട് ഉപയോഗിക്കും. ഫുള്ളി എംപ്ലോയിഡ് എന്ന് മാത്രമല്ല, ആൻഡ് എഫിഷ്യന്റ്ലി എംപ്ലോയിഡ്. ഈ റിസോഴ്സസ് നമ്മൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ എംപ്ലോയ് ചെയ്യും. അതാണ് നാലാമത്തെ കണ്ടീഷൻ. അപ്പൊ 4 കണ്ടീഷൻസ്. എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കും, ഒരു വേസ്റ്റേജും ഉണ്ടാകാതെ ഏറ്റവും കാര്യക്ഷമമായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ 4 കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ 2 സാധനങ്ങളുടെ ഏതൊക്കെ കോമ്പിനേഷനുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ്. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു ഇത് വളഞ്ഞു വരുന്നുണ്ട്, സാരമില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇപ്പം ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് വെർട്ടിക്കൽ ആക്സിസ്, ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പം ഈ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ ഇപ്പൊ കോട്ടൺ മെഷർ ചെയ്യുന്നു, ഇത് 0 ആണ്. ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ കോണിന്റെ ഉൽപാദനത്തിന്റെ അളവാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 2 സാധനങ്ങൾ, ഇത് ഏതൊക്കെ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഇപ്പൊ നോക്കുക, ഇപ്പൊ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം മൊത്തം വിഭവങ്ങളും നമ്മൾ കോട്ടൺ മാത്രം ഉൽപ്പാദിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഇത്രയും വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിക്കും. ഈ ഇൻറ്റുമാർ കെട്ടിടത്തിടം വരെ ഉൽപ്പാദിപ്പിക്കാം. ഇനി അതല്ല, നമ്മൾ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മൊത്തം വിഭവങ്ങളും കോൺ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമായിട്ട് മാറ്റി വെക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ കോൺ ഉൽപ്പാദിപ്പിക്കാം. ഈ അളവ്, ഇതിപ്പോ 100 ടണ്ണാണ്, 100 ടണ്ണല്ലേ, 1000 ടണ്ണാണ്, 1000 ടൺ. ഇതും അതുപോലെ തന്നെ. അപ്പൊ മൊത്തം വിഭവങ്ങളും നമ്മൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന അളവുകളാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ ഇതിന്റെ ഒരു സാധനം മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, 2 സാധനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അത് വ്യത്യസ്ത കോമ്പിനേഷനുകൾ സാധ്യമാണ്. അപ്പൊ ഇപ്പൊ ചിലപ്പോൾ തന്നെ ഈ പോയിന്റിൽ സാധ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത്രയും കോട്ടൺ എന്ന് പറയുന്ന ഇത്രയും അളവ് ഉൽപ്പാദിപ്പിക്കും, ഇത്രയും അളവ് കോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഈ കോമ്പിനേഷനാണ് എടുക്കുന്നതെങ്കിൽ ഈ അളവ് കോട്ടനും ഈ അളവ് കോണും ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഇതേപോലെ നിരവധി കോമ്പിനേഷനുകൾ സാധ്യമാണ്. ഇപ്പൊ ഇവിടെ വേണേ ഒരു കോമ്പിനേഷൻ സാധ്യമാണ്, ഇവിടെ വേണേ ഒരെണ്ണം സാധ്യമാണ്, ഇവിടെ വേണേ സാധ്യമാണ്. അപ്പൊ ഇത്തരം കോമ്പിനേഷനുകൾ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മളൊരു കർവ് വരച്ചാൽ ആ കർവാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇതൊരു കർവാണ്, ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കർവാണ് കേട്ടോ. അത് വരച്ചപ്പോൾ അങ്ങനെ ആയെന്നേ ഉള്ളൂ. പുസ്തകത്തിൽ നിങ്ങൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരയ്ക്കുന്നതാണ് ഈ കർവ്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കർവിന്റെ ഓരോ പോയിന്റും കാണിക്കുന്നത് വ്യത്യസ്ത കോമ്പിനേഷനുകളാണ്. ഇപ്പൊ ഈ കർവിന്റെ ഇവിടെ ഇതിങ്ങനെ വരും. അത് അടുത്ത പേജിൽ ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. അപ്പം ഇങ്ങനെ വ്യത്യസ്ത കോമ്പിനേഷനുകളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് ചോദിച്ചാൽ നമുക്ക് അത് നിർവചിക്കാൻ പറ്റണം, ഡിഫൈൻ ചെയ്യാൻ പറ്റണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അതിന്റെ കണ്ടീഷൻസ് ആണ് പിന്നെ നമ്മൾ പറയുന്നത്. 4 കണ്ടീഷൻസ് ഉണ്ട്. വിത്ത് അവൈലബിൾ ടെക്നോളജീസ്, വിത്ത് ഗിവൺ റിസോഴ്സസ് വിച്ച് ആർ ഫുള്ളി ആൻഡ് എഫിഷ്യന്റ്ലി എംപ്ലോയിഡ്. ഈ റിസോഴ്സസ് എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തണം, എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തണം. അപ്പം ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പൂർണ്ണമായും കാര്യക്ഷമവുമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ കാണിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് എല്ലാം കൂടെ നമുക്കൊരു ടേബിൾ ആയിട്ടും കാണിക്കാം, അതെല്ലാം കുറച്ചുകൂടെ മനസ്സിലാകും. നോക്കുക, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ പോസിബിലിറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എ എന്ന് പറയുന്ന പോസിബിലിറ്റിയിലാണ് സമ്പദ് വ്യവസ്ഥ ഈ കോണും കോട്ടനും ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ 0 കോൺ ഉപയോഗിച്ചുകൊണ്ട്, അതായത് 0 കോൺ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോണും ഉൽപ്പാദിപ്പിക്കുന്നില്ല, മൊത്തം വിഭവങ്ങളും കോട്ടനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ 10 ടൺ കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. മൊത്തം വിഭവങ്ങളും
കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമായിട്ട് മാറ്റിവെക്കുന്നു. ഏത് ഉൽപ്പാദിപ്പിക്കുന്നില്ല? സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്, കോണും കോട്ടനും. അതിൽ കോൺ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല. ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ മൊത്തം നമ്മൾ കോട്ടൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് 10 ടൺ കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ കോൺ ഒട്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു സാധ്യതയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണമെങ്കിൽ ഈ സാധ്യത തിരഞ്ഞെടുക്കാം. വേറൊരു സാധ്യത നോക്കൂ. സമ്പദ് വ്യവസ്ഥയിലെ രണ്ടാമത്തെ സാധ്യത ബി എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ കോൺ ഉൽപ്പാദിപ്പിക്കുന്നത് 1 ടൺ ആണ്. കോണിന്റെ പ്രൊഡക്ഷൻ 0-ൽ നിന്ന് 1 ആയിട്ട് നമ്മൾ കൂട്ടി. അപ്പോൾ നമുക്ക് 10 ടൺ കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കോട്ടന്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കുറയുന്നത് 9 ആയിട്ട് കുറയും. അതായത് കോണിന്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് നമ്മൾ കൂട്ടിയപ്പോൾ കോട്ടന്റെ പ്രൊഡക്ഷൻ നമുക്ക് 1 യൂണിറ്റ് കുറയ്ക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഈ കോണും കോട്ടനും കൃഷി ചെയ്യുന്നത് നമ്മൾ ഒരേ സ്ഥലത്താണ്. കോൺ കൃഷി ചെയ്യുന്ന സ്ഥലം കൃഷി ചെയ്യാനായിട്ട് സ്ഥലം കുറച്ചെടുക്കേണ്ടി വന്നു. നമ്മൾ 1 യൂണിറ്റ് കോൺ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കോൺ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം എടുക്കേണ്ടതായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും അപ്പോൾ ഏതിന്റെ പ്രൊഡക്ഷൻ കുറയും? കോട്ടന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ അങ്ങനെയാണ് കോട്ടന്റെ പ്രൊഡക്ഷൻ 9 ആയിട്ട് കുറഞ്ഞത്. 10-ൽ നിന്ന് 9 ആയിട്ട് കുറഞ്ഞു. കോണിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചോളത്തിന്റെ പ്രൊഡക്ഷൻ, ചോളത്തിന്റെ ഉൽപാദനം കൂട്ടിയപ്പോൾ പരുത്തിയുടെ ഉൽപാദനം നമുക്ക് കുറയ്ക്കേണ്ടി വന്നു. ഇനി വേറൊരു പോസിബിലിറ്റി സി എന്ന് പേര് കൊടുത്തിരിക്കുന്നു. കോണിന്റെ ഉൽപാദനം നമ്മൾ 1 യൂണിറ്റ് കൂടി കൂട്ടി 2 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു, 2 ടൺ. അപ്പോഴത്തേക്ക് കോട്ടന്റെ ഉൽപാദനം നമുക്ക് പിന്നെയും കുറയ്ക്കേണ്ടി വരും. കാരണം കുറെ വിഭവങ്ങൾ നമ്മൾ കോൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ കോട്ടന്റെ ഉൽപാദനം കുറഞ്ഞു. നാലാമത്തെ പോസിബിലിറ്റിക്ക് നമ്മൾ ഡി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. കോണിന്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് കൂടി കൂട്ടി കോട്ടന്റെ പ്രൊഡക്ഷൻ പിന്നെയും കുറഞ്ഞു. അടുത്ത പോസിബിലിറ്റി ആണ് ഈ കോണിന്റെ പ്രൊഡക്ഷൻ കൂടി കോട്ടന്റെ പ്രൊഡക്ഷൻ 0 ആയിട്ട് വന്നു. അതായത് 4 ടൺ കോൺ ഉൽപ്പാദിപ്പിച്ചപ്പോൾ കോട്ടന്റെ പ്രൊഡക്ഷൻ 0 ആയിട്ട് മാറി. അപ്പൊ ഇതാണ് വേരിയസ് പോസിബിലിറ്റീസ്. അപ്പൊ ഇതിനകത്ത് കാണിക്കുന്ന ഈ പോസിബിലിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഹലോ, കേൾക്കാമോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ പറയണം കേട്ടോ. നീ പുസ്തകം കൂടി വായിക്കണം. നോട്ട് കൂടി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, നമ്മൾ സമയം പറഞ്ഞത് അതിക്രമിച്ചെന്ന് തോന്നുന്നു. ഒരു 40 മിനിറ്റ് ആണ് നമ്മൾ ക്ലാസ് ഇന്ന് പ്ലാൻ ചെയ്തത്. ഇപ്പൊ 8 മണിയായി. ഇത് തീർന്നിട്ടില്ല. അടുത്ത ഭാഗം കൂടി ഉണ്ട്. പക്ഷെ അതിനിയും ഇപ്പൊ എടുക്കാൻ പോയാൽ കുറച്ചുകൂടെ സമയം എടുക്കും. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി എടുക്കാം. ഞാൻ വിചാരിച്ചത് ഇന്ന് മൊത്തം ഈ ചാപ്റ്റർ തീർക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പഠിപ്പിച്ചു വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. സ്വാഭാവികമായിട്ടും അത് ക്രമീകരിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ക്രമീകരിക്കാം. നിങ്ങൾക്കെല്ലാം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ട് എടുത്ത് വെച്ച് വായിക്കണം കേട്ടോ. ഇനിയും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. അത് നമ്മൾ ഗ്രൂപ്പിലൂടെ അറിയിക്കും കേട്ടോ. എല്ലാ ദിവസവും 7 മണി മുതൽ ഒരു 3 ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അതിന് തയ്യാറായിട്ടിരിക്കണം. കാരണം നമ്മൾ ഈ സമയം നമുക്ക് അധികം പാഴാക്കാൻ പറ്റില്ല. നമ്മൾ കുറെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും കയറുന്നുണ്ട്, അതെല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മളുടെ ഈ ഒരു സപ്പോർട്ടിംഗ് ക്ലാസ് കൂടി എല്ലാ വിഷയത്തിനും ഉണ്ടാകും. അപ്പൊ അതുകൂടെ പഠിച്ചിട്ട് നമ്മൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതാണ്. 12ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പരീക്ഷയാണ് 12ാം ക്ലാസ് പരീക്ഷ. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ കണ്ട് പഠിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കണം. ഈ പഠിപ്പിച്ച കാര്യങ്ങള് പുസ്തകം വായിക്കണം. ഞാൻ മലയാളത്തിലുള്ള പുസ്തകത്തിന്റെ കോപ്പി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് NCERT-യുടെ തന്നെ പുസ്തകം ലഭ്യമാണ്. അതിന്റെ കോപ്പി നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, സോഫ്റ്റ് കോപ്പി കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണുക. അത് കണ്ടിട്ട് നിങ്ങൾക്ക്
മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. നമുക്ക് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഇന്നത്തെ പഠിപ്പിച്ച ഭാഗത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മൈക്ക് ഓണാക്കി ചോദിക്കണം. മൈക്ക് ഓണാക്കി ചോദിക്കുവോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഭാഗം മനസ്സിലാകാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചാൽ അതിന് മറുപടി പറയാം, അല്ലെ പിന്നീട് ചോദിച്ചാലും മതി. ഇപ്പൊ എന്തെങ്കിലും സംശയം, നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കണം, അതിന്റെ ഇത് പറയണം. എന്നാൽ മാത്രമേ നമ്മൾ ഇന്ററാക്റ്റീവ് ആകത്തുള്ളൂ. നമ്മളിപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഞാനാണ് സംസാരിച്ചത്. കാരണം ഈ മൈക്കിന്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് അത് കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കാഞ്ഞത്. കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓരോരുത്തരെയും മൈക്ക് ഓണാക്കി ഉത്തരം പറയാൻ ആവശ്യപ്പെടും ഇനിയുള്ള ക്ലാസ്സുകളിൽ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ അതിനുള്ള ഒരു ഇത്, നിങ്ങളുടെ സാങ്കേതികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെഹാബ്രെയിനി ഉൾപ്പെടെ ആ മൈക്കിന്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കണം. കാരണം ഒരാളുടെ മൈക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അത് ഒഴിവാക്കണം, അതൊന്ന് പരിഹരിക്കാൻ നോക്കണം. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഈ മൈക്ക് ഓണാക്കി ഉത്തരം പറയാനുള്ള ഒരു സംവിധാനത്തിൽ തയ്യാറായി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? കണ്ടോ? ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇത് നമ്മൾ ഒരു സാങ്കല്പികമായിട്ട് വരച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ സാങ്കല്പികമായിട്ട് വരച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിലെ ഓരോ പോസിബിലിറ്റീസാണ് പറഞ്ഞേക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കണ്ടോ? അതാണ് 0, 10 എന്ന് പറയുന്ന രണ്ട് ഇതായിട്ടാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കോൺ എന്ന് പറയുന്നത് 0 യൂണിറ്റും കോട്ടൺ എന്ന് പറയുന്നത് 10 യൂണിറ്റും. നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ എല്ലാ ഗ്രാഫും വരയ്ക്കുന്ന നമുക്കറിയാമല്ലോ, ഡയഗ്രാമാണ്. 2 ആക്സിസുകളുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനാണ് ഡയഗ്രാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാ സ്റ്റാറ്റിസ്റ്റിക്സിൽ, എങ്ങനെ ഡയഗ്രാം വരയ്ക്കണമെന്നൊക്കെ അല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് ആദ്യമേ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് വരയ്ക്കുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. വെർട്ടിക്കൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസും വരയ്ക്കുന്നു. ഇതിൽ നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസിൽ കോട്ടൺ, ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന സാധനം കോട്ടന്റെ അളവാണ്. ഈ ആക്സിസിൽ മെഷർ ചെയ്യുന്നത് കോണിന്റെ അളവാണ്. ഇത് 0. അപ്പം ഈ കോട്ടൺ കണ്ടില്ലയോ? ഇവിടെ കണ്ടോ 10 എന്ന്? കണ്ടോ 10? ഹലോ, കണ്ടു. ഈ 10 എന്ന് പറയുന്നത് നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസിലാണ് കോട്ടണിൽ ഇവിടെ അല്ലേ മെഷർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് 10 ആണെന്ന് വിചാരിച്ചോളൂ. ഈ പോയിന്റ് അത് 10 ആണെങ്കിൽ ഇവിടെ ഇത് 2, 4, 6, 8, 10. ശരി, അകലം വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഇത് ഓരോന്നും ഇത് 2 യൂണിറ്റ്. ഈ വരച്ചേക്കുന്ന ഇത് 4, ഇത് 6, ഇത് 8 എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 10. നമ്മളിത് ഗ്രാഫിൽ ഫിഗർ മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് എത്ര കോണിന്റെ പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ് വരെയുണ്ട്? എത്ര വരെയുണ്ട്? 4 വരെയുള്ളൂ. കോണിന്റെ പ്രൊഡക്ഷൻ എത്ര വരെയുള്ളൂ? 4 വരെയുള്ളൂ. അപ്പൊ നമ്മൾ കോണിന്റെ പ്രൊഡക്ഷൻ ഇവിടെ 4 വരെ മാർക്ക് ചെയ്യും. കോണിന്റെ പ്രൊഡക്ഷൻ ഇവിടെ 4 വരെ മാർക്ക് ചെയ്യും. അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. കോട്ടന്റെ പ്രൊഡക്ഷൻ 10 യൂണിറ്റ് വരെ ഉള്ളതുകൊണ്ട് നമ്മൾ 10 വരെ ഇവിടെ മാർക്ക് ചെയ്യും. ഇനി ഈ ഇത് കണ്ടില്ലേ, ഇതിന് there are many possibilities, ഇന്റർമീഡിയറ്റ് പോസിബിലിറ്റീസ് ഉണ്ട് ഇതിനിടയിൽ. അതായത് കോൺ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം. ഇനിയും കോട്ടൺ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ 4 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാം. അതാണ് സമ്പദ് വ്യവസ്ഥയിലെ സ്ഥിതി. അപ്പൊ അതിനിടയിലുള്ള സാധ്യതകളാണ് ഈ പറഞ്ഞേക്കുന്ന ബിയും സിയും ഡിയും. ഇതിനിടയിലുള്ള സാധ്യതകൾ. ബിയുടെ സാധ്യത എന്തൊക്കെയാണ്? നമ്മൾ കോണിന്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് ആയിട്ട് കൂട്ടിയാൽ, ഇപ്പൊ 0 ആണ്, അത് 1 യൂണിറ്റ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കോട്ടൺ നമുക്ക് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം? 9 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം. അതായത് കോൺ 1 യൂണിറ്റ് ഇവിടുന്ന് മേളോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 9 വരുന്ന സ്ഥലം വരെ കണ്ടോ? ഇതാണ് 9. 8ന്റെ 9 ഇതിന്റെ ഇടയിലുള്ളതാണ് ഏത്? 8ന്റെയും 10ന്റെയും ഇടയിലുള്ള യൂണിറ്റ് ആണ് 9. അപ്പം ആ പോയിന്റ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മളൊരു ഇൻറ്റും
അത് നമ്മളൊരു ഇൻറ്റു മാർക്ക് ഇട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ പോസിബിലിറ്റി നോക്കി. മൂന്നാമത്തെ പോസിബിലിറ്റി, കോണിന്റെ പ്രൊഡക്ഷൻ നമ്മൾ 1 യൂണിറ്റ് കൂടെ കൂട്ടി. ഇവിടെ 1 ആയിരുന്നത് ഇപ്പൊ എത്രയായിട്ട് മാറ്റി? 2 ആയിട്ട് കൂട്ടി. അപ്പൊ നമുക്ക് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം? കോട്ടൺ 7 യൂണിറ്റ്. കണ്ടോ, 6ന്റെ 8ന്റെ ഇടയിൽ നമ്മൾ ഈ കാണുന്ന ഇതാണ് 7 യൂണിറ്റ്. അപ്പൊ ഈ 7 യൂണിറ്റും 2 യൂണിറ്റും കൂടെ ഇന്റർസെക്ട് ചെയ്യുക. രണ്ടാമത്തെ യൂണിറ്റ് കണ്ടോ, ഇവിടുന്ന് മേലോട്ട് പോയാൽ ഇവിടെ വന്ന് നിൽക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വന്ന് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ ഏതാണ്? 2, 7. 2 യൂണിറ്റ് കോണും 7 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന കോമ്പിനേഷനാണ് നമ്മൾ ഈ വരയ്ക്കുന്ന ഇത്. ഇതാണ് ആ സി എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ ഈ പറഞ്ഞ സി എന്ന് പറയുന്ന പോസിബിലിറ്റിയാണിത്. ഇനി അടുത്ത ഡി എന്ന് പറയുന്ന പോസിബിലിറ്റി നോക്കിയേ. കോണിന്റെ പ്രൊഡക്ഷൻ നമ്മൾ ഒന്നുകൂടെ കൂട്ടുന്നു, 3. അപ്പൊ കോട്ടന്റെ പ്രൊഡക്ഷൻ എത്ര ആയിട്ട് വരും? 4. അപ്പൊ കോണിന്റെ പ്രൊഡക്ഷൻ 2ൽ നിന്ന് 3ലോട്ട് കൂട്ടി. കോട്ടന്റെ പ്രൊഡക്ഷൻ എത്ര ആയിട്ട് വരും? 4ലോട്ട് വരും. ഉണ്ടോ? ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഈ 3ഉം ഈ 4ഉം കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണിത്. അതാണ് ഡി എന്ന് പറയുന്ന പോസിബിലിറ്റി. അപ്പൊ ഈ പോസിബിലിറ്റി എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു കർവ് വരച്ചാൽ ആ കിട്ടുന്ന കർവാണ് നമ്മൾ ഈ പറഞ്ഞ ഏതെന്ന് പറയുന്നത്. ഉണ്ടോ? ഇതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് കർവാണ്. ചെറുതായിട്ടൊക്കെ വളഞ്ഞു പോകുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ വരയ്ക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. ഇതൊരു സ്മൂത്ത് കർവാണ്. അപ്പൊ ഈ കർവിനെയാണ് നമ്മൾ എന്തുപോലെ വിളിക്കുന്നത്? ഈ കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ കർവ് വരയ്ക്കും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കും. അപ്പൊ ഇതിന്റെ 2 പോസിബിലിറ്റിയോടെ പറഞ്ഞാൽ ഈ സെക്ഷൻ തീരും. ഇതിലെ ഈ കർവ് അല്ലെ അത് അടുത്ത ദിവസം പറയാം. അടുത്ത ദിവസം ഒന്നുകൂടെ വരച്ചിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. ശരി. അപ്പൊ ഇതിനെയും വേറെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് ഓണാക്കി പറയുക, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, അതിന്റെ അറിയിപ്പ് തരുന്നതാണ് കേട്ടോ. പറയാം കേട്ടോ. അപ്പൊ താങ്ക് യു. നമുക്ക് വേറൊരു ദിവസം കാണാം.